ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ജെല്ലി മിഠായി എങ്ങനെയാണ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്നുള്ളത് വീഡിയോ കണ്ടാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വിഷുവിന് വീട്ടിൽ പോയപ്പോൾ അവിടെ ഫ്രിഡ്ജിൽ ഇതിൻ്റെ പൊടി ഇരിപ്പുണ്ടായിരുന്നു. ചേച്ചി പുറത്തുനിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡൊക്കെ കവറിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു, ഒന്ന് തയ്യാറാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് സക്സസ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ചേച്ചിമോളത് അതിൻ്റെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് ഇതിൻ്റെ അകത്ത് വേറൊരു പ്ലാസ്റ്റിക് പാക്കറ്റുണ്ട്, അതിനകത്താണ് ഈ പൊടി ഇരിക്കുന്നത്. ഇത് സ്ട്രോബെറി ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ റെഡ് കളറിലുള്ള പൊടിയാണേ. ആദ്യം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ തിക്കായിട്ട് വരും. ആ ഒരു സമയത്ത് തണുത്ത വെള്ളം അതേ അളവിൽ മിക്സ് ചെയ്യാം. രണ്ടും ചൂടുവെള്ളവും തണുത്ത വെള്ളവും സെയിം അളവായിരിക്കണം. അങ്ങനെ മിക്സ് ചെയ്താൽ മതി. അങ്ങനെ ആദ്യം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കുറേ നേരം മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊന്ന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ടേ. കുറേ നേരം എടുത്ത് ഞങ്ങൾ നന്നായിട്ട് ടൈറ്റ് ആകുമെന്ന് വിചാരിച്ച് മിക്സ് ചെയ്തുകൊണ്ടേ ഇരുന്നു. കുറേ സമയമായിട്ടും വ്യത്യാസമൊന്നും കണ്ടു. വ്യത്യാസമുണ്ട്, ചെറിയൊരു രീതിയിലൊരു വ്യത്യാസമുണ്ട്, അല്ലാതെ വലിയ വ്യത്യാസമൊന്നും വന്നില്ല. നീ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ടോ അല്ലെങ്കിൽ എടുത്ത എമൗണ്ടോ എല്ലാം കൂടിയോ കുറഞ്ഞോ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും. പിന്നെ ഞങ്ങൾ നോക്കി കുറച്ചുകൂടെ നോക്കി ഇളക്കി ഇരുന്നു. പിന്നെ ഇത്രയൊരു ഇതിലേ കിട്ടിയുള്ളൂ. പിന്നെ ഞങ്ങൾ ഓർത്തൊന്ന് ഇനി പച്ചവെള്ളം, അതായത് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാമെന്നേ. അങ്ങനെ ഞങ്ങൾ ഇതിലേക്ക് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. ഏകദേശം ഒരേ അളവിൽ തന്നെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. വെള്ളത്തിന് ചെറുതായിട്ടൊന്ന് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒന്ന് കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ടും ഇച്ചിരി എമൗണ്ട് കൂടിയെന്നല്ലാതെ വേറെ വ്യത്യാസമൊന്നും, വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. ചെറിയ രീതിയിൽ ആ ടെക്സ്ചർ ഒന്ന് മാറിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എന്നാലും ഞങ്ങൾ പ്രതീക്ഷ കൈവിടുന്നില്ല, ഇളക്കിക്കൊണ്ടേയിരിക്കുമായിരുന്നു. ഇളക്കി കഴിഞ്ഞ് അവസാന റിസൾട്ട് ഒന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ ഓർത്തുന്ന ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നോക്കാമെന്നേ. ഞങ്ങളങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങളെ എടുത്തപ്പോൾ ഇതുപോലെ ആയിരുന്നു. എന്തായാലും പ്രതീക്ഷിച്ച പോലെ കിട്ടിയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞപ്പം അത് കറക്റ്റ് ജെല്ലി പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അതെല്ലാം ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നേ, ജെല്ലി പോലെ. നമുക്കതെല്ലാം എടുത്ത് ഈ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. കുഞ്ഞപ്പി ചേച്ചിയോളം ഇവിടെ കൊതി കൊണ്ട് ചുറ്റിനും ഇരുന്ന് വെള്ളം വിഴുങ്ങുന്നുണ്ടായിരുന്നു.
ഇതായിരുന്നു ഞങ്ങൾ ജില്ലി മിഠായി ഉണ്ടാക്കിയ വീഡിയോ. ഇങ്ങനെയാണോന്നൊന്നും അറിയില്ല. എന്തായാലും സംഭവം പൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ജില്ലി മിഠായി തന്നെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞപ്പയ്ക്ക് ചേച്ചിമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവർക്കിത് കാണാൻ നല്ല രസമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.